വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് നേതാവും വിവിധ സംഘടനകളുടെ ഭാരവാഹിയുമായ കായംകുളം തുരുത്തുവയലിൽ ആർ ഭദ്രന് ആദരവ് നൽകി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ശ്രീനാരായണ പ്രവർത്തകരുമാണ് വീട്ടിലെത്തി ആദരവ് നൽകിയത്. സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലും ദീർഘകാലമായി പ്രവർത്തിക്കുന്ന DCC അംഗം കായംകുളം തുരുത്തുവയലിൽ ആർ ഭദ്രനെ യൂത്ത് കോൺഗ്രസ് മറ്റ് സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ ചേർന്ന് ആദരിച്ചു. നമ്മുടെ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിട്ടുള്ള ശ്രീ തുരുത്തുവയലിൽ ഭദ്രൻ അവർകൾ ഇന്ന് 75ാമത് ജന്മദിനം ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ പ്രദേശത്തിനാകമാനം നിരവധിയായിട്ടുള്ള സാങ്കേതിക സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ആ സ്കൂളിലെ അധ്യാപകർ ഇവിടെ പറയുകയുണ്ടായി. കായംകുളം നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയിൽ കയർത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അധിവസിക്കുന്ന ഈ പ്രദേശത്ത് ആതുരാലയങ്ങളില്ലായിരുന്നു. ശ്രീ തച്ചടി പ്രഭാകരൻ്റെ നാമധേയത്തിൽ ഏതാണ്ട് 20 സെൻറ്റ് സ്ഥലം പൊതുജന പങ്കാളിത്തത്തോടു കൂടി വാങ്ങി നഗരസഭയ്ക്ക് നൽകിക്കൊണ്ട് അവിടെ ആശുപത്രി കെട്ടിടം സ്ഥാപിക്കുന്നതിന് തച്ചടി പ്രഭാകരൻ്റെ പേരിൽ കായംകുളം ഗവൺമെൻറ് താലൂക്ക് ഹോമിയോ ആശുപത്രി സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ശ്രീ ഭദ്രൻ നിർവഹിച്ചിട്ടുള്ള പങ്ക് വളരെ മഹത്തരമാണ്. ഈ പ്രദേശത്തെ ആളുകൾക്കെല്ലാം അറിയാം. അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി ശ്രീ MM ഹസൻ ഈ വീട് സന്ദർശിക്കുമ്പോൾ ഞാൻ ഈ വാർഡിലെ കൗൺസിലറായിരുന്നു. ഞാൻ തൊട്ടടുത്ത ചീപ്പങ്കര പാലം പൊളിഞ്ഞു കിടക്കുന്ന വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ശ്രീ ഭദ്രൻ അവരുടെ കൂടി സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ സ്ഥലം സന്ദർശിക്കുകയും ശ്രീ സദാനന്ദൻ മേശ്ശേരി മൺമറഞ്ഞു പോയ സദാനന്ദൻ മേശ്ശേരിയുടെയൊക്കെ അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെയുണ്ട്, ശശികുമാരണ്ണനുണ്ട്, അവരുടെയൊക്കെ വലിയ സഹായത്തോടു കൂടി പിറ്റേന്ന് തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് ആ പാലത്തിൻ്റെ 2 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കായംകുളം പട്ടണവുമായി വേഗം ബന്ധപ്പെടുവാൻ സാധിക്കുന്ന ചീപ്പിങ്കര പാലം ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുന്നതിൽ അതേപോലെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ശ്രീനാരായണീയ പ്രവർത്തകരും ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈൻലാബ്ദീൻ, അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ കോയിക്കൽ, ദേവരാജൻ, സുപ്രഭൻ, ലിയാഖത്ത് പറമ്പി, അവിനാശ് ഗംഗൻ, കരുവിൽ നിസാർ, PC റോയി, ഉദയ ഭാനു, തച്ചടി സ്മാരക കമ്മിറ്റി ഭാരവാഹി സാനന്ദരാജൻ ബാബു, അജീർ മോൻ തുടങ്ങിയവർ പങ്കെടുത്തു. സാകേത് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ, അധ്യാപകർ, വേലായുധൻ പിള്ള, തയ്യിൽ റഷീദ്, രവീന്ദ്രൻ തച്ചാറയിൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.